ഈ കൃപാവരങ്ങൾ നിന്നുപോയെന്നാണ്. ചിലർ പറയുന്നത് കൃപാവരങ്ങൾ നിന്നുപോയി, ചിലർ പറയുന്നത് കൃപാവരങ്ങളുണ്ട്. അന്യഭാഷ, പ്രവചനം, രോഗശാന്തി വരം, സഹായിക്കാനുള്ള വരം, അത്ഭുതങ്ങളുടെ വരം, ഇങ്ങനെ നിരവധി വരങ്ങളുണ്ടല്ലോ. അപ്പൊ കൃപാവരങ്ങൾ നിന്നുപോയോ എന്നുള്ളതാണ്. ഓക്കെ, അതായത് സെസഷനിസം എന്ന് പറയാം. അതായത് കൃപാവരങ്ങൾ നിന്നുപോയി എന്നുള്ളൊരു ഉപദേശം ഇന്ന് പല ബ്രദറൻ, മിക്കവാറും എല്ലാ ബ്രദറൻ ചർച്ചുകളിലും ചില ബാപ്റ്റിസ്റ്റ് ചർച്ചുകളിലും അവരത് അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. കൃപാവരങ്ങൾ ഇപ്പോഴില്ല, നിന്നുപോയി. പക്ഷെ അതിന് വേദപുസ്തകത്തിൽ കാര്യമായ ബേസിസ് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കൃപാവരങ്ങളെക്കുറിച്ച് പറയുന്നവർ, നമുക്ക് ഒന്ന് രണ്ട് ഭാഗങ്ങൾ, വാക്യഭാഗങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ ഈ കൃപാവരങ്ങളെക്കുറിച്ച് ആദ്യം പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ഇവർ അന്യഭാഷയിൽ സംസാരിച്ച് പല ആളുകളോടും, അവർക്കെല്ലാം അവരവരുടെ ഭാഷകളിൽ മനസ്സിലാകുന്ന അന്യഭാഷയാണ് അന്ന് അവർ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ദേശത്ത് വന്നവർക്കും അവരവർക്ക് അന്ന് മനസ്സിലാകുന്നത് ഇതാണ് കൃപാവരങ്ങൾ. ആദ്യം നമ്മൾ കാണുന്നത് സ്പെക്ടാക്കുലർ ഗിഫ്റ്റായിട്ട് കാണുന്നത് അവിടെയാണ്. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് പത്രോസ് പറയുന്ന 16-ാം വാക്യത്തിൽ ഇത് സംബന്ധിച്ച് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അത്രേ. അതെന്തെന്നാൽ അന്ത്യകാലത്ത്, അപ്പം ഞാൻ സകല ജഡത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അന്ത്യകാലം എന്ന് പറയുന്നത് കർത്താവിൻ്റെ മരണം മുതൽ കർത്താവ് വരുന്ന വരെയുള്ള കാലമാണ്. അതിനാണ് അന്ത്യകാലം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ കാലം, ഇവിടെ ഒരിടത്ത് അന്ത്യകാലത്തിന് 2 ഭാഗമുള്ളതായിട്ട്, കൃപാവരമുള്ള കാലം, പിന്നെ അത് നിന്നു പോകുന്ന കാലം, അങ്ങനെയൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും, രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. അപ്പൊ ഈ അന്ത്യകാലം എന്ന് പറഞ്ഞാൽ എന്താ? ആരംഭം മുതൽ യേശുക്രിസ്തു ഈ രക്തവും പുകയാവിയും കാണുന്ന കർത്താവിന്റെ പ്രസിദ്ധമായ നാൾ വരുന്ന നാൾ വരെ, സൂര്യൻ ഇരുളായും ചന്ദ്രൻ മാറിപ്പോകുന്ന കാലം വരെ ആണ് ഈ അന്ത്യകാലം എന്ന് പറയുന്നത്. ഇവിടെ എവിടെയും അന്ത്യകാലത്തിനിടയ്ക്ക് വെച്ചത് കട്ട് ഷോർട്ട് ചെയ്യും എന്നുള്ളൊരു സൂചന ഇല്ല. അതുപോലെ തന്നെ നമ്മൾ നിന്നു പോകുമെന്നുള്ളതിന് ഒരേ ഒരു വാക്യം വേദപുസ്തകത്തിൽ നമുക്ക് എടുത്തു പറയുന്ന ഒരു വാക്യം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യത്തിൽ അതിന്റെ 13-ാം അധ്യായം 1 കൊരിന്ത്യർ 13-ല് അതിന്റെ 12-ന്റെ അവസാനം പറയുന്നത്, എല്ലാവരും വ്യാഖ്യാനിക്കുന്നു ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പിൻ, ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടെ പറയുന്നത് കൃപാവരങ്ങളൊക്കെ കൊള്ളാം, പക്ഷെ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് നമുക്ക് സ്നേഹിക്കാൻ പറ്റുക എന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് പറയാണ് 8-ാം വാക്യം. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് മാറിപ്പോകും. അപ്പോൾ ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് തിരിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ നാം അംശമായി അറിയുന്നു, അപ്പോൾ നാം അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 നിലനിൽക്കുന്നു, ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ഇതാണ് വാക്യം. ഈ വാക്യത്തെ, ഈ നിന്നു പോകുന്നുള്ള വാക്യത്തെ ഞാൻ 3 രീതിയിൽ വ്യാഖ്യാനിക്കാം. ഇതിലേതാണ് ഏറ്റവും ഉചിതമായിട്ട് തോന്നുന്നതെന്ന് എന്നോട് പറയാം. ഓക്കെ, 1, ബ്രദറുകാർ പറയുന്ന പോലെ ബൈബിൾ പൂർണ്ണമായിട്ട് വരുമ്പോൾ, അതായത് കാനോൻ പൂർത്തിയായി വേദപുസ്തകം റെഡിയാകുമ്പോൾ ഇത് നിന്നു പോകും. പൂർണ്ണമായത് ദൈവത്തിന്റെ വചനമാണ്. 2, ദൈവത്തിന്റെ സഭയാണ് ഈ ആകാനുള്ളത്. അത് കർത്താവ്, പൂർണ്ണനായ കർത്താവ് വരുമ്പോൾ ദൈവത്തിന്റെ സഭ പൂർത്തിയാവുന്നവരെയാണ്. അത് 2ാമത്തെ വ്യാഖ്യാനം. 3ാമത്തെ വ്യാഖ്യാനം, നിങ്ങൾ അന്യഭാഷ പറയുന്നതും കൊള്ളാം, പ്രവചനം പറയുന്നതും കൊള്ളാം, എല്ലാം കൊള്ളാം, പക്ഷേ ഇതിനേക്കാളും ശ്രേഷ്ഠമായ ഒന്നാണ് സ്നേഹം. അപ്പോൾ വളർന്നു വരുന്നതനുസരിച്ച് അന്യഭാഷ പറയുന്ന ആ പ്രവചിക്കുക എന്നുള്ള തലത്തിൽ നിന്നും പൂർണ്ണമായ ഒരു ദൈവത്തിന്റെ പരിജ്ഞാനം നമ്മുടെ ഉള്ളിൽ വരുമ്പോഴേക്കും പ്രവചനത്തിലൂടെ നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയേണ്ട കാര്യം നമുക്കില്ലാതെ വരാം. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയാം, നിന്റെ പ്രവചനപരമൊക്കെ നീങ്ങിപ്പോകും, നാളെ കാണുന്നില്ല, അന്യഭാഷ നിന്നു പോകും. ഇതൊക്കെ ഭാഗികമായി ഭാഗമായി അറിയുന്നതാണ്, ശിശുവിനുള്ളപ്പോൾ സംസാരിക്കുന്നതാണ്. പ്രായമാവും, മെച്യൂരിറ്റി വരുമ്പോൾ ഇത് ഒന്നും പ്രസക്തമല്ലാതെ വരും. സ്നേഹം അതിനേക്കാൾ ശ്രേഷ്ഠമായി നമ്മുടെ ഉള്ളിൽ വെളിപ്പെടും. ബാക്കി ഒന്നും പ്രസക്തമല്ല, ഇങ്ങനെയുമാകാം. ഇനി ഇതെന്തുകൊണ്ട് ഞാൻ ഇത് നിന്നുപോയി ഒട്ടും വിശ്വസിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് എനിക്ക് അന്യഭാഷ ഉള്ളതുകൊണ്ടാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അന്യഭാഷ പറയുന്നതാണ്. അത് ഒട്ടും ഞാൻ വിശ്വസിക്കാത്തതിന് കാരണം, ഞാനിപ്പോൾ പൗലോസാന്ന് വിചാരിക്കുക, കൊരിന്ത് സഭയോട് ഞാൻ സംസാരിക്കാം. ഞാൻ പറയാണ്, നിങ്ങൾ അന്യഭാഷ പറയുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഈ ബൈബിൾ പൂർണ്ണമായിട്ട് പ്രിന്റ് ചെയ്ത് വരുമ്പോൾ ഇത് നീങ്ങിപ്പോകും എന്ന് പൗലോസ് അവർക്ക് എഴുതുന്ന ആലോചിച്ചെങ്കിൽ, അപ്പൊ ഞാൻ എഴുതുന്ന ഈ കൊരിന്ത് ലേഖനവും ഞാൻ എഴുതുന്ന ഈ റോമാലേഖനം എല്ലാം കൂടെ പുസ്തകമായി ബൈൻഡായി നിങ്ങളുടെ അടുത്ത് വരുമെന്ന് കാത്താണോ പൗലോസ് ഇരിക്കുന്നത്, അതോ കർത്താവ് ഏത് സമയത്ത് വരുമെന്ന് നോക്കിയാണോ? ഏതായിരിക്കും അവരുടെ കാത്തിരിപ്പ്? കർത്താവ് വരുന്നത്. അതേ കൊരിന്ത് ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ കർത്താവിന്റെ വരവിനുള്ള കാത്തിരിപ്പ്. യേശു കർത്താവ് ജീവനോടെ ശേഷിക്കുന്നവരെ
അപ്പോൾ അവരുടെ ജീവിതകാലത്ത് തന്നെ കർത്താവ് വരും എന്ന് വിശ്വസിച്ചിരുന്നവർ എങ്ങനെയാണ് 96 യോഹന്നാനും കൂടെ എഴുതിയ ശേഷം പൂർത്തിയാകുന്ന ബൈബിളിനെ കാത്തിരിക്കുന്നത്? അപ്പൊ ദൈവവചനത്തിന്റെ ക്രോഡീകരണമാണ് ഇതിന്റെ അവസാനം എന്ന് പറയുന്ന ഒരു മാനുഷികമായ കണ്ടെത്തലാണ്. അതിനകത്ത് അങ്ങനെ ഒരു സൂചനയില്ല. നമുക്ക് അവിടെ ആ വചനത്തിനകത്ത് അതിനുള്ള സൂചനയില്ല. തന്നെയുമല്ല, ഇനി കർത്താവ് ഒരു സീസണിലേക്ക് നിർത്തിയാലും ഇത് തുടങ്ങിക്കൂടെ? എപ്പോൾ വേണം കർത്താവിന് തുടങ്ങാമല്ലോ. നിന്നുപോയി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺബിബ്ലിക്കലാണ്. നമ്മൾ ഇന്ന് ബ്രദറുകാരെ കുറിച്ച് പതിവില്ലാതെ കുറച്ച് കൂടുതൽ സംസാരിച്ചു. ഈ ബ്രദറൻ ചർച്ചിന് ഒരു വലിയ സാക്ഷിയാകാൻ പറ്റാതെ പോയതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം രക്ഷാഭദ്രത എന്നുള്ള ഉപദേശത്തിന്റെ വളരെ വിശാലമായ വ്യാഖ്യാനം, അതായത് വചനത്തെ കുറിച്ച് അയച്ചു വിട്ടുള്ളൊരു വ്യാഖ്യാനം വ്യാഖ്യാനിക്കുകയും അതോടൊപ്പം ഈ കൃപാവരങ്ങളുടെ കാര്യത്തിൽ അവർ ടോട്ടലി നിഷേധാത്മകമായ നിലപാട്. എനിക്കൊന്ന് പെൻഡക്കോസ്റ്റൽസിനോടുള്ള ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഇത് തിരിച്ചുണ്ട്. പെന്തക്കോസ്തുകാർക്ക് ബ്രദറുകാരെ കാണാൻ മേല, കത്തോലിക്കരുടെ അത്ര വിരോധമില്ല. എനിക്കത് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ ഇന്നലെ ഇന്നുമായിട്ട് പറഞ്ഞ ബ്രദറൻ ചർച്ചിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ചോദ്യത്തിന് സാരമില്ല മക്കളെ, നിങ്ങളെല്ലാം രക്ഷ, അങ്ങനത്തെ രീതിയിൽ സംസാരിക്കുമ്പോൾ രക്ഷിക്കപ്പെടാത്തവരെല്ലാം ഫാൾസ് ആയിട്ടുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകും. അതേസമയത്ത് നമ്മൾ ഓരോ വിശ്വാസിക്കും ഈ അഷുറൻസ് കൊടുക്കുമ്പോൾ അത് ആത്മാവിലുള്ള അഷുറൻസ് ആയിട്ട് മാറും. ഈ അഡ്ജസ്റ്റ്മെന്റുകളുടെ പ്രോബ്ലമാണ് ബേസിക്കലി ദുരുപദേശങ്ങൾ സ്പ്രെഡ് ചെയ്യാനുള്ള കാരണം. രണ്ട് സൈഡിൽ ദുരുപദേശങ്ങൾ സ്പ്രെഡ് ചെയ്യാനുള്ള കാരണം. പക്ഷേ ഈ കൃപാവരങ്ങളുടെ നിഷേധം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പല സ്പെക്ടാക്കുലർ പ്രവൃത്തികൾക്കും നമ്മളൊരു തടസ്സം, ഒരു അവിശ്വാസം ജനറേറ്റ് ചെയ്യുന്നതിന് അത് കാരണമായി തീരും ഞാൻ വിശ്വസിക്കുന്നു. അവർ തീർച്ചയായിട്ടും രോഗശാന്തിയിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ രോഗശാന്തി വരത്തിൽ വിശ്വസിക്കുന്നു. കർത്താവ് സൗഖ്യമാക്കും, സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഒരു വ്യക്തിയിലൂടെ ഒരു ദൈവപ്രവൃത്തി. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ രോഗശാന്തി എന്നുള്ള വിഷയം, അല്ലെ ഭൂതങ്ങളെ ഓടിക്കുക എന്നുള്ളത്, ഭൂതങ്ങളെ ഓടിക്കുക എന്നുള്ള കൃപാപരമായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷകർ ചെയ്യേണ്ടതാണത്. സുവിശേഷകർ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ, ഒരു അവിശ്വാസത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ജീവിക്കുന്ന ദൈവം എന്ന അടയാളം അവർക്ക് ആവശ്യം. വിശ്വാസിക്ക് അതിൻ്റെ ആവശ്യമില്ല. വിശ്വാസിക്ക് ഓൾറെഡി അറിയാം കർത്താവ് ദൈവമാണ്, അവൻ ഓൾറെഡി കർത്താവിൻ്റെ ഉള്ളിലുണ്ട്, അവൻ മരിച്ചാലും കുഴപ്പമില്ല, സ്വർഗത്തിൽ പോകാം. എന്നൊരു അവിശ്വാസിയെ സംബന്ധിച്ച് കർത്താവ് ജീവനുള്ള ദൈവമാണെന്ന് അറിയണമെങ്കിൽ അവിടെ അത്ഭുതങ്ങൾ നടക്കും. അപ്പോൾ സുവിശേഷകൻ പോകുമ്പോഴാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. എനിക്കറിയാവുന്ന ഒരു ബ്രദറൻ ശുശ്രൂഷകൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഭൂതം ഇളകിയത്. അദ്ദേഹം അതിന് പുറത്താക്കി പോകാൻ പറഞ്ഞത് പോയി. എനിക്ക് ഭയങ്കര സന്തോഷം അത് കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അധികാരമാണ്, അത് സാധിക്കും അത്. പക്ഷെ കൃപാവരങ്ങൾ എന്ന് പറയുന്നത് സുവിശേഷീകരണവുമായി ബന്ധപ്പെട്ട കൃപാവരങ്ങളാണത്. അതൊരു അവിശ്വാസത്തിന് വീട്ടിൽ ചെല്ലുമ്പോൾ രോഗബന്ധിതരായിരിക്കുന്നു, അല്ലെങ്കിൽ ഭൂതബന്ധിതരായിരിക്കും. ചർച്ചിനകത്ത് എന്തിനാ ഭൂതത്തെ ഓടിക്കുന്നത്? ചർച്ചിനകത്തല്ലോ ഭൂതങ്ങൾ ഇരിക്കുന്നത്, വെളിയിലാണല്ലോ. അപ്പോൾ കാലഘട്ടത്തിൽ ചർച്ചിനകത്ത് ഒത്തിരി ഭൂതങ്ങളുണ്ട്. അത് ശരിയായ ഒരു സഭയിൽ ഉണ്ടാവില്ല. മാത്രമല്ല ഇത് ഭൂതങ്ങൾ എന്ന് പറഞ്ഞ് തുള്ളുന്ന മിക്ക സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. ചിലർക്ക് ഈ മ്യൂസിക്കിന്റെ താളം ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ചിലർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, വേറെ ചിലർക്ക് ആ താളം അവരുടെ താളത്തെ അപ്സെറ്റ് ആക്കും. ഈ നമ്മുടെ ജീവിതത്തിനകത്ത് താളം ഒരു വൈബ്രേഷൻ ഉണ്ടാക്കും. അതിൽ നിന്ന് വരാം ഈ പ്രശ്നങ്ങളെല്ലാം. അപ്പോൾ കൃപാവരങ്ങൾ നിന്നുപോയി എന്ന് പറയുന്നത് പൂർണ്ണമായും തെറ്റാണ്. പക്ഷെ അതേസമയത്ത് ഇന്ന് പെന്തക്കോസ്തുകാർ ഇത് ഉപയോഗിക്കുന്നത്, ഇന്ന് പറയുന്ന അന്യഭാഷകളിൽ വലിയൊരു പങ്കും ദൈവത്തിൽ നിന്നാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന്റെ കാരണം ക്രിസ്തു ഉയർത്തപ്പെടുന്നില്ല എന്നുള്ളതാണ്. ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ഒരു സ്പിരിറ്റ് ഇതിന്റെ കൂടെ വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാറ്റിനെയും നമ്മൾ വളരെയധികം ശക്തമായി വിവേചിക്കേണ്ടത് ആവശ്യമാണ്. ഇതിനോടനുബന്ധിച്ച് വളരെ പ്രസക്തമായ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ കൃപാവരങ്ങളെ പോലെ തന്നെ ശുശ്രൂഷാവരങ്ങളും നമുക്കറിയാമല്ലോ. ശുശ്രൂഷാവരങ്ങൾ ഇന്ന് സഭയിൽ, ഒരു സഭാ ശുശ്രൂഷയിൽ പലപ്പോഴും ഈ പാസ്റ്റർ എന്ന് പറയുന്ന ഒരു കൃപാവരം മാത്രമാണ് കാണുന്നുള്ളൂ. പലപ്പോഴും ഒരു സഭ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് പെർഫോമൻസിൻ്റെ ഒരു ലെവലിലേക്ക് തരം താണു പോയി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് ഓഡിയൻസ് ആയിട്ട് വന്നിരിക്കുന്നു. അവർ ഒരാളിൽ നിന്ന് സ്വീകരിക്കാൻ, ഒരു പാസ്റ്ററിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് വരുന്നു. അവർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അവരുടെ ഒരു കൃപാവരങ്ങളൊന്നും, അവർ വളരെ സാധുക്കളായ ആൾക്കാർ, ബലഹീനർ, ഏതെങ്കിലും ഒരു കൃപാവരം മാത്രം അവിടെ, ഒരു വ്യക്തി നിന്നൊരു കൃപാവരം മാത്രമേ ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ സഭയിൽ ഈ ശുശ്രൂഷാവരങ്ങൾ ഏതൊക്കെ ഉണ്ട്, അതൊക്കെ എങ്ങനെയൊക്കെയാണ് ഒരു സഭയിൽ പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടിയാൽ നല്ലതായിരിക്കും. അത് ഇന്ന് ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് വരുന്ന എല്ലാവരും പാസ്റ്റേഴ്സാണ്. പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അവരൊരു സംഘടന നിയോഗിക്കുന്ന എംപ്ലോയീസ് ആണ്. ശരിക്കും അങ്ങനെ അവരെക്കുറിച്ച് പറയാൻ പറ്റും. സംഘടന ട്രെയിൻ ചെയ്തെടുക്കുന്ന എംപ്ലോയീസ് ആണ്. ഇപ്പം IPC എന്ന് പറഞ്ഞ ചർച്ച ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ IPCയുടെ സംഘടന ട്രെയിനിങ് കൊടുത്ത് 3 വർഷത്തെ പഠിത്തം കഴിഞ്ഞ് അവരെ ട്രെയിനിങ് കൊടുത്ത് ഇറക്കുന്ന എംപ്ലോയീസ് ആണ്. ശമ്പളം അവർ കൊടുക്കുന്നില്ല, പക്ഷെ അവർക്കത് അവരുടെ ജോലിയുടെ ഫലമായിട്ട് അവരുടെ സ്ഥലത്തുനിന്ന് വാങ്ങിക്കാം. 3 വർഷം കഴിയുമ്പോൾ അവർ ട്രാൻസ്ഫർ ചെയ്ത് വേറെ സ്ഥലത്തോട്ട് വിടും. അപ്പം ഇങ്ങനെയുള്ള എംപ്ലോയീസ് ആണ് ഇന്ന് കൂടുതലും. അവർക്ക് എന്ത് കൃപാവരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു പാസ്റ്റേഴ്സ് ആണ്. ഇപ്പോൾ പാസ്റ്റർ എന്നുള്ളത് ഒരു എംപ്ലോയ്മെന്റ് ആയിട്ട് മാറുകയും, അത് ട്രെയിൻഡ് എംപ്ലോയീസ്
പാസ്റ്റേഴ്സായിട്ട് വരികയും ചെയ്ത ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ സഭ എന്ന് കർത്താവ് ഉദ്ദേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ സഭയിലെ ഇടയന്മാരും സുവിശേഷകരും അതുപോലെ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഇവരെല്ലാവരും ഉണ്ടാകേണ്ടതാണ്. അപ്പോസ്തലന്മാർ പ്രവാചകന്മാരുടെ അടിസ്ഥാനത്തിന്മേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. ഈ അടിസ്ഥാനോട് കിടപ്പുണ്ട്. ആ അടിസ്ഥാനത്തിന് മുകളിൽ നമ്മൾ പണിയുമ്പോൾ ബാക്കിയുള്ള ശുശ്രൂഷകളെങ്കിലും ഏതാ? ഉപദേഷ്ടാവ്, സുവിശേഷകൻ, ഇടയൻ. ഇന്നൊരു ഉപദേഷ്ടാവ് ഒരു സഭയിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇടയൻ ചിന്തിക്കുന്ന ഇവൻ എനിക്കിട്ട് ഉപദ്രവമായിട്ട് എഴുന്നേറ്റിരിക്കുകയാണ്, എല്ലാവർക്കും അവൻ്റെ പ്രസംഗമാണ് ഇഷ്ടം. കാരണം ഉപദേഷ്ടാവിനെ പ്രസംഗിക്കാൻ കൂടുതൽ അറിയാം, കൃപാവരമുണ്ട്. സുവിശേഷകൻ പോയിട്ട് ഒരാൾ കൈവച്ചപ്പോൾ സൗഖ്യമായി, അല്ലെങ്കിൽ ഭൂതം പോട്ടെ എന്ന് പറഞ്ഞ് പോയി, ഉടനെ അയാൾ ഭീഷണിയായി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇനി ഭൂതത്തെ ഓടിക്കാൻ വേണ്ടി മാത്രം ഒരു സഭ തുടങ്ങും, ഭൂതബാധിതരുടെ സഭ. അവിടെ ഭൂതങ്ങളെല്ലാം പുറത്തേക്ക് കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും അതറിയത്തില്ല. അപ്പോൾ ഒരു സഭയിൽ ഇവർക്ക് കോഎക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആത്മാവ് ഇവരെ യൂണിഫൈ ചെയ്യുന്നില്ല. ഇതൊരു എംപ്ലോയ്മെന്റായി മാറിയതുകൊണ്ട് എല്ലാവർക്കും വേറൊരാളുടെ കൃപാവരത്തെ പേടിയാണ്. അപ്പോൾ പാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്രമാദിത്വമാണ്. പാസ്റ്റർ തന്നെയാണ് ഏറ്റവും നല്ല ഇവാഞ്ചലിസ്റ്റ്, പാസ്റ്റർ തന്നെയാണ് ഏറ്റവും നല്ല ടീച്ചർ, പാസ്റ്റർ തന്നെയാണ് ആ ചർച്ചിന്റെ ഇടയൻ, അധ്യക്ഷൻ, കപ്പ്യാര്, അച്ഛൻ, എല്ലാം പാസ്റ്ററാണ്. ചില ചർച്ചകളിൽ കമ്മിറ്റി പോലും ഇല്ല, അവരാണ് ഓൾ ഇൻ ഓൾ. പിന്നെ പാസ്റ്റർ ഭാര്യ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ പെന്തക്കോസ്തുകാരല്ല, ഞാൻ പതുക്കെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടും പതുക്കെ പ്രസംഗിക്കുന്നതുകൊണ്ടും എന്നെ ബ്രദറുകാരനായിട്ടാണ് കാണുന്നത്. പെന്തക്കോസ്തുകാർ നോക്കുമ്പം ഉറക്കെ അലറി വിളിച്ച് ഹല്ലേലൂയ പറയുന്നവനാണ് പെന്തക്കോസ്തുകാരൻ, ബാക്കി എല്ലാം ബ്രദറുകാരാണ്. പക്ഷെ ഞാൻ ഇതിനകത്ത് രസകരമായ ഒരു കാര്യം പറഞ്ഞാൽ, കൃപാവരങ്ങൾക്ക് ഒരു പ്രാധാന്യവും കൊടുക്കാത്തൊരു സഭയുണ്ടെങ്കിൽ അത് പെന്തക്കോസ്ത് സഭയാണ്. കാരണം ഒരു സഭയിൽ 100 പേര് വന്നിരുന്നാൽ അവിടെ ആ 100 പേർക്ക് കേൾക്കാനുള്ള കൃപാവരമല്ലാതെ വേറൊരു കൃപാവരവും ഒരു അനുവദിക്കില്ല. അന്യഭാഷ എല്ലാവരെയും കൊണ്ട് പറയിപ്പിക്കും. അത് ഫ്രണ്ടിൽ സ്റ്റേജിൽ നിൽക്കുന്നവൻ്റെ മിടുക്കാൻ, അവൻ എന്തുമാത്രം എക്സ്പെർട്ട് ആണെന്നുള്ളതാണ് എത്ര പേര് അന്യഭാഷ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുക, മിണ്ടാതിരിക്കുക, തിരിച്ചൊരക്ഷരം പറയരുത്, അഭിഷിക്തനെ തുടരുത്, ഇങ്ങനെയൊക്കെയുള്ള ഭയത്തിനകത്ത് പോയി പെട്ടുപോയ ഒരു കൃപാവരവും പ്രയോഗിക്കാൻ പറ്റാത്ത പാവങ്ങളായ സാധുക്കളായ ആൾക്കാരാണ് ഇന്ന് പെന്തക്കോസ്ത് പള്ളിയിലുള്ളത്, ചർച്ചകളുള്ളത്. ഒരു 50-100 വർഷം കഴിഞ്ഞാലും അവൻ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഒരടി പോലും കർത്താവിലേക്ക് വളരില്ല. കാരണം അവിടെ ഇരിക്കുന്ന പലരിലും പല കൃപാവരങ്ങളുണ്ടായിരുന്നു. പക്ഷെ പാസ്റ്റർക്ക് മാത്രമല്ല, ഇൻസ്റ്റിറ്റ്യൂഷനും അവരെ പേടിയായിരുന്നു. അതുകൊണ്ട് അവരെ വളരാൻ അനുവദിച്ചില്ല. അവരവിടെ ദശാംശം കൊടുക്കുന്ന യന്ത്രങ്ങളായി, ഇൻകം ജനറേറ്റ് ചെയ്യുന്ന യന്ത്രങ്ങളായി മാറി. കൃപാവരങ്ങൾക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കാത്ത സഭകൾ പെന്തക്കോസ്ത് സഭകളാണ്. വേറെ ഏത് സഭയിലും മറ്റുള്ളവർക്കും വചനം പറയാനും ശുശ്രൂഷിക്കാനും, സുവിശേഷ വിവിധ സഭകൾ, ഞാൻ പറഞ്ഞ കത്തോലിക്ക ഓർത്തഡോക്സ് സഭകളല്ല, വേറെ ഏത് സഭയിലും ശുശ്രൂഷകർക്ക്, ഈവൻ ബ്രദറും സഭക്കാർ കൃപാവരങ്ങൾ ഇല്ലെന്ന് പറയുന്ന സഭയിലും ഏത് മനുഷ്യനും വചനെടുത്ത് സംസാരിക്കാനുള്ളൊരു സമയം കിട്ടും. അവിടെ എല്ലാ ആളുകളിൽ എന്തുണ്ടെന്ന്, ദൈവം എന്താ ഏൽപ്പിച്ചിരിക്കുന്ന കണ്ടെത്താനുള്ള അനേക മാർഗങ്ങളുണ്ട്. എന്നാൽ പെന്തക്കോസ്ത് ഇന്ന് സംഭവിച്ചിരിക്കുന്ന കൃപാവരങ്ങളെ നിഷേധിക്കുന്ന, എന്നിട്ട് ഞങ്ങളെപ്പോലെ പതുക്കെ പ്രസംഗിക്കുന്ന ആൾക്കാരെ എല്ലാം ബ്രദറുകാരെന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക കൾച്ചറിലോട്ട് വരും. ഞാൻ ബ്രദറുകാരനോ പെന്തക്കോസ്തുകാരനായിട്ടല്ല, ക്രിസ്ത്യാനിയായിട്ടാണ് ഞാൻ എല്ലാവരോടും സംസാരിക്കുന്നത്. എൻ്റെ ബാധ്യതയും കടപ്പാടും യേശു കർത്താവിനോടും ഈ പുസ്തകത്തോടും മാത്രമേ ഉള്ളൂ. ഓക്കെ, എവിടെയും സത്യം സംസാരിക്കുക, ധൈര്യമായി സംസാരിക്കുക എന്നുള്ളതല്ല ഞാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഒരാൾ ബ്രദറൻ, മറ്റേ പെന്തക്കോസ്ത്, ഇങ്ങനെ ബ്രാൻഡ് ചെയ്യാതെ ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകും. ഓക്കെ, ഞാനിതിൽ പതുക്കെ പ്രസംഗിക്കുമ്പോഴേക്കും ബ്രദറുകാരൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പതുക്കെ പ്രസംഗിച്ചാൽ എന്താ കുഴപ്പം? കർത്താവ് എത്ര പ്രാവശ്യം പതുക്കെ സംസാരിക്കും. അപ്പോൾ കൃപാവരങ്ങളെ അസൽ നിഷേധിക്കുന്ന ഒരു പരിപാടി. കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ കേരളത്തിൻ്റെ ഒരു ദക്ഷിണ ഭാഗത്തുള്ള ഒരു ജില്ലയിൽ നിന്ന് വിളിച്ചു. അവരെ സഭയിൽ നിന്ന് പുറത്താക്കി പാസ്റ്റർ. അവരോട് ആരും സംസാരിക്കരുത്, ദുരാത്മാവാണ് അവർക്ക്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്ററും ഒരു കുടുംബവും തമ്മിൽ വഴക്കായിരുന്നു. അവർ രോഗാവസ്ഥയിലായപ്പോൾ ഈ മനുഷ്യർ പോയി പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടി. അത് പാസ്റ്ററിന് ഇഷ്ടപ്പെട്ടില്ല, അവരെ സഭയിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ അധികാരം, സ്വേച്ഛാധിപത്യം, ഒരാളിലേക്കും അയാളുടെ കുടുംബത്തിലേക്കും കേന്ദ്രീകരിക്കപ്പെടുന്ന അധികാരം, ഇതൊക്കെ കൃപാവരങ്ങളുടെ നിഷേധമാണ്. ഈ കൃപാവരങ്ങളുടെ നിഷേധം ഏറ്റവും കൂടുതൽ ഇന്ന് പെന്തക്കോസ്തിലാണ്. ഈ ഒരു കാര്യം, ഈ കൃപാവരം അന്യഭാഷയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ അന്യഭാഷ രക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണോ? പലരും ഇങ്ങനെ പറയാറുണ്ട്, അന്യഭാഷ കിട്ടിയില്ലെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ട ആളല്ല. അങ്ങനെ ഒരു കാര്യം അത് വളരെ വളരെ തെറ്റായ ഒരു കാര്യമാണ്. കാരണം അങ്ങനെ നമ്മൾ പറഞ്ഞാൽ ഇന്ത്യയിൽ സുവിശേഷം എത്തിച്ച ആളുകളൊന്നും രക്ഷിക്കപ്പെട്ടില്ല എന്ന് പറയേണ്ടി വരും. ഇന്ത്യയിൽ മിഷണറിമാരായി വന്ന വില്യം കേരി ഉൾപ്പെടെ ആരും രക്ഷിക്കപ്പെട്ടിരുന്നില്ലെന്നും, അതേസമയത്ത് സ്വന്തം പേഴ്സണൽ ജെറ്റിൽ സഞ്ചരിക്കുന്ന ഈ ബെന്നി ഹിന്നെ പോലുള്ള ആൾക്കാർ അവർ രക്ഷിക്കപ്പെട്ടവരാണെന്നും, ഈ കരിസ്മാറ്റിക്സ് എല്ലാം രക്ഷിക്കപ്പെട്ടവരും അന്യഭാഷ പറയാതിരുന്ന പ്രീവിയസ് ജനറേഷൻ, നാഗൽ സാഹിബിനെ പോലുള്ള ബ്രദറുകാരനൊന്നും രക്ഷിക്കപ്പെട്ടതല്ലെന്നും പറയേണ്ടി വരുന്ന അവസ്ഥ. നാഗൽ സാഹിബ് ബ്രദറുകാരനായിരുന്നു, അദ്ദേഹം രക്ഷിക്കപ്പെട്ട ആളല്ലായിരുന്നു. നിങ്ങൾക്ക് എന്ത് ധൈര്യത്തിലാണ് പറയാൻ പറ്റുന്നത്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്യഭാഷ പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്
ആത്മാവ് ഒരാളിലുണ്ടോ, അയാൾ രക്ഷിക്കപ്പെട്ടതാണോ, വീണ്ടും ജനിച്ചതാണോ എന്നുള്ളതിന്റെ അടയാളം. അല്ലാതെ അന്യഭാഷ പറയാത്ത ആൾക്കാർക്ക് ദൈവത്തിന്റെ ആത്മാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹിസ്റ്റോറിക്കൽ ചർച്ച് മുഴുവൻ നരകത്തിൽ പോയി. നമുക്ക് മുമ്പ് ഓടിയിരുന്ന മാർട്ടിൻ ലൂതർ തൊട്ട് ഇങ്ങോട്ടുള്ള സകല ആൾക്കാർ നരകത്തിൽ പോയി. ഈ മിഷണറി ജനറേഷൻ മൊത്തം നരകത്തിൽ പോയി. ഫാനി ക്രോസ്ബി പോലുള്ള ആൾക്കാർ വരെ നരകത്തിൽ പോയി. ഇതെന്താണിത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് വിശ്വാസത്തിന്റെ നല്ല പോരാടിയവർ അവർ തന്നെ നരകത്തിൽ പോയി നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ കർത്താവിന്റെ ജനത്തെ മുഴുവൻ സംശയത്തിന്റെ നിലയിലാണ്. ശരിക്കും ചർച്ചിനെ മുഴുവൻ സംശയത്തിലും കൺഫ്യൂഷനിലും ആക്കും. അന്യഭാഷ കിട്ടാത്ത എത്രയോ ആൾക്കാർ കർത്താവിന് വേണ്ടി അങ്ങേയറ്റം കഷ്ടപ്പെട്ട് ജീവിച്ച് മരിക്കുന്നുണ്ട്. അവരെല്ലാം കൺഫ്യൂഷനിലാക്കുകയും നിരാശിതരാക്കി മാറ്റുകയും ചെയ്യും. അതുകൊണ്ട് വളരെ അപകടകരമായൊരു ഉപദേശമാണ് ഈ അന്യഭാഷ പറഞ്ഞില്ലെങ്കിൽ അയാൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത്. ഭയങ്കര ഗുരുതരമായ തെറ്റാണ്. നമുക്കിപ്പം കിട്ടണമെന്ന് നിർബന്ധമില്ലല്ലോ. കാരണം ഒരു വചനം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ആത്മാവ് താൻ ഇച്ഛിക്കുന്നത് പോലെയാണ് വരം പകർത്തു കൊടുക്കുന്നതെന്ന് ഒരു ഭാഗത്ത് പറയുന്നുണ്ടല്ലോ. ഓക്കെ, അന്യഭാഷയ്ക്ക് വേണ്ടി എല്ലാവരും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ വാഞ്ചിക്കുവിൻ, പ്രാർത്ഥിക്കുവിൻ എന്ന് പറയുന്നുണ്ട്. അഥവാ കിട്ടിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആത്മാവില്ലെന്ന് നരകത്തിൽ പോകുന്നു ഒരാൾ വിചാരിക്കാൻ പാടില്ല. അത് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അതൊരു ഫണ്ടമെന്റലിസത്തിലോട്ട് നമ്മൾ പോകും. അത് അനേകം ആൾക്കാരെ കുഴപ്പത്തിൽ ചാടിക്കുകയും ചെയ്യും.